പാപ്പു പാപ്പു Grandma. Grandma. ഞാനും പാപ്പും വീണ്ടും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുറച്ച് കഥകളും അതും ഇതും ഒക്കെ പാടാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാണ് വീണ്ടും. ഇപ്പോൾ കൊറോണയുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, കുറേ ഗ്യാപ്പ് ഞങ്ങൾക്ക് വന്നിരിക്കുക, ചെയ്യാതെ പോയി. അതുകൊണ്ട് ഇപ്പോൾ പാപ്പും ഞാനും കൂടി ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ അതിന് ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല, ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈ വെരി ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ എനിക്കൊരു കാര്യമില്ല, ഈ ട്രേ വെക്കാനുള്ള ആ ഒരു ഇതില്ല എനിക്ക്. പക്ഷേ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചെയ്യുന്നത്. ട്രേ ഉള്ളവർ ആ ട്രേയിൽ തന്നെ ആ ബൗള്, അതായത് ഇങ്ങനത്തെ ബൗള് വലുത്, ശരിക്കും പറഞ്ഞാൽ വലുതിലാണ് അത് വെക്കേണ്ടത്. അത് ഇറങ്ങിയിരിക്കണം. എനിക്കത് ഇറങ്ങിയിരിക്കില്ല. ഞാനത് ഇറക്കി വെക്കാതെ ഞാൻ പരീക്ഷിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഹീറ്റ് കൊണ്ട് അത് പൊന്തോ ഇല്ലയെന്നോ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ബൗളിൽ ഈ പാത്രം ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാം. എനിക്ക് അങ്ങനത്തെ പാത്രം ഇല്ല കേട്ടോ, അല്ലേ പാപ്പു? അപ്പോൾ നമുക്ക് ഇതിന് ഈ കപ്പ് കേക്ക് എന്ന് പറഞ്ഞാൽ വെരി ഈസിയാണ്. കുറച്ച് സാധനങ്ങൾ മതി, അതിൽ ഒരുപാട് പൈസയുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ഇത് വേണം കേട്ടോ, ഈ കപ്പാണ് ഇതിൽ മെയിനായിട്ട്. അതായത് ഈ കപ്പ് കേക്ക് നമുക്ക് എല്ലാ സ്റ്റേഷനറി കടയിൽ നിന്നും കിട്ടും കേട്ടോ. ഞാനിത് എടപ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഇടയ്ക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്തോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊച്ചുമക്കളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കാപ്പിക്ക് കഴിക്കാനോ ചായ കുടിക്കുമ്പോൾ 4 മണിക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഈസിയാണ്. അവരവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടമ്മ ഓടി വരും. വീട്ടമ്മ വേണമെന്നില്ല, എൻ്റെ പാപ്പുവിന് വരെ ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റും, അല്ലേ പാപ്പു? നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാനൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ പാപ്പു ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. പാപ്പു ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ കണ്ടാൽ മനസ്സിലായി തുടങ്ങി കിച്ചണിൽ. അവൾ ഇന്നലെ എനിക്ക് കോവയ്ക്ക കട്ട് ചെയ്ത് തന്നു. അവളങ്ങനെ കിച്ചണിൽ ഈ കുക്കിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവൾ വന്നിട്ട് അതൊക്കെ കട്ട് ചെയ്ത് തരണം. അപ്പോൾ ഓരോ സാധനങ്ങൾ കണ്ട് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. പണ്ടൊരു കഥയുണ്ട്, അമൃതയ്ക്കോ അഭിരാമിക്ക് കശുമാങ്ങ ഞാൻ കൊടുത്തപ്പോൾ ഈ കൂട്ടി എന്ത് ചെയ്യുന്നറിയോ, ആ കശുവണ്ടി എടുത്ത് കടിച്ചിട്ട് ആ മാങ്ങ എടുത്ത് അങ്ങോട്ട് കാട്ടിക്കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് സാധനം അവൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ വാവേ? എന്നാ പറഞ്ഞോളൂ, ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഇതിനൊക്കെ വേണ്ടെന്ന് എല്ലാം പാപ്പു പറയൂ കേട്ടോ. കാണിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. ഫസ്റ്റ് വേണ്ടത് ഒരു എഗ് ആണ്. പിന്നെ ശരിക്കും 6 കപ്പ് കേക്ക് ഉള്ളതാണ്. ഒരു എഗ് മതി 6. അതെ അതെ. അപ്പൊ ഓയിൽ, ഇതെന്തോരം ഓയിലാണ് വാവേ? 1/2 ടീസ്പൂണാണ്. 1/2 കപ്പ്. ഇത് സൺഫ്ലവർ ഓയിലാട്ടോ. ഇത് പഞ്ചസാര എന്തോരുണ്ട് വാവേ? 1/2 കപ്പ്. ഇതറിയാൻ പറ്റും, ഇത് പാപ്പു എടുത്തത്. എത്രയുണ്ടത്? 1 ടീസ്പൂൺ. 3 ടേബിൾ സ്പൂൺ. ഇത് പറയൂ. ഇത് ബേക്കിംഗ് സോഡ. നോ, ബേക്കിംഗ് പൗഡർ ആണത്. ബേക്കിംഗ് പൗഡർ വേറെ, ബേക്കിംഗ് സോഡ വേറെ. ഇത് ഫ്ലവർ ഉണ്ട, അതായത് മൈദപ്പൊടി കേട്ടോ. 1.5 കപ്പ്. അല്ലേ, ഇത് 1/2 കപ്പ്. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഷുഗർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഓയിൽ 1/2 കപ്പ്, 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പാണ്. ഇത് 1 ടീസ്പൂൺ വനില എസൻസ്, വേണ്ടത് 1 എഗ്, പിന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക്. ഇതാണ് ഈ ഫ്ലോറിൽ നമ്മൾ കലക്കാൻ വേണ്ടിയിട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് വേണം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി. അതിഷ്ടമല്ല അവർക്കല്ലേ. ഇത് ടൂട്ടി ഫ്രൂട്ടി. തിന്നാൻ പാടില്ല കേട്ടോ. അത് കാര്യമില്ല, നമ്മളല്ല. നോക്കൂ,
അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളി കപ്പ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. കാരണം ഇതിന്റെ അവസ്ഥ ഇതാണ്. തുടങ്ങിയാലോ? ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആദ്യമൊക്കെ ഈ എഗ്ഗ് ഒന്ന് പൊട്ടിച്ചെന്ന. എഗ്ഗ് പൊട്ടിക്കാൻ ചിലപ്പോ ശരിയാവില്ല. എഗ്ഗ് പൊട്ടിക്കാൻ സമയമായി. ഇതിന്റെ ഷെല്ലൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് വീഴാണ്ട് നോക്കണം കേട്ടോ. എഗ്ഗ് satisfying. ആ So satisfying, you know. So satisfying, you know. ഇനി ഈ അരക്കപ്പ് പഞ്ചസാര കേട്ടോ. ഓയിൽ 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പൊ എന്തെങ്കിലും പറഞ്ഞോ അമ്മാമ്മ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അരച്ചുകൊണ്ടുവരാം. നമ്മൾ ഇത് ഒരു 5 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഹീറ്റ് ചെയ്യണം. നമുക്ക് ഓവൻ ഇല്ലല്ലോ. നേരത്തെ ഒരു പ്രാവശ്യം അമ്മാമ്മ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ പറയാതെ മമ്മിയുടെ അടുത്ത് പറയുന്നത് സീക്രട്ടാണ്. ഞാന് എല്ലാ കപ്പ് കേക്കും കഴിച്ചു. കാരണം അത്ര ടേസ്റ്റ് ചെയ്തത് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാല് നോക്കൂ, ഇതിങ്ങനെ ഒരു കട്ടിയുള്ള ഒരു ഇതെടുക്കുക. ഇതെടുത്ത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇറക്കി വെക്കുക. നമുക്ക് ഓവൻ പ്രയോഗമില്ലല്ലോ. ഇത് ഇറങ്ങിയിരിക്കുന്ന ഇതാണ് വേണ്ടത്. പക്ഷെ ഇത് ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇറങ്ങില്ല. എത്ര മൂന്നാക്കുള്ളൂ. അപ്പൊ നമ്മള് എന്താ ചെയ്യുക? അത് കയറി ഒന്ന് ഇരിക്കണം. അപ്പൊ ഇതിൽ ഹീറ്റ് വന്ന് ഇത് ചൂടായി ഇതിലേക്ക് ആ ചൂട് നന്നായി വന്നിട്ട് ഇത് ചൂടായിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ചൂടിലാണ് ഇത് നമുക്കിത് പൊന്തി വന്നിട്ട് നല്ല ബേക്ക് ചെയ്ത് കിട്ടുക കേട്ടോ. അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഹീറ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കണം. അപ്പോഴേക്കും നമുക്ക് അരച്ച മാവൊക്കെ മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോ ഒന്ന് ചൂടായിക്കോട്ടെ. ഇങ്ങനെ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കണ ഈ അരച്ച് വെച്ചേക്കണ എഗ്, മുട്ട, ഇതൊക്കെ എഗ്, മുട്ട, ഷുഗർ ഈ ഒരു ബൗളിലേക്ക് ഇതൊന്ന് പിടിച്ചേ. പിടിച്ചോളൂ കേട്ടോ. നമ്മുടെ ആ ഒരു ബ്രഷ് ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ എല്ലാം മിക്സ് ആയിട്ട് വരണം. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഉണ്ടാവാൻ പാടില്ല. നല്ല മിക്സ് ആയിട്ട്. ശരിക്കും പറഞ്ഞത് ഇങ്ങനെ സമയം എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത്രയും നമ്മൾ അറിയാവുന്ന ശരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്ത് കഴിയും. ഓക്കെ, ഇനി ഇടേണ്ടത് ഫ്ലവർ. ഈ അരക്കപ്പ് ഫ്ലവർ ഇടാം. ഫ്ലവർ അല്ലടി, അതിന്റെ കൂടെ ബേക്കിംഗ് പൗഡർ. ഇത് നമ്മുടെ ബേക്കിംഗ് പൗഡർ. ബേക്കോണ്ട ഇങ്ങനെ അതിൽ മുട്ട എടുത്തിട്ടാ ഇങ്ങനെ കാണിക്കും. നല്ല സാറ്റിസ്ഫൈഡ് കാണാൻ. അങ്ങനെ കാണിക്കല്ലേ മോനെ. ഇവിടെ അമ്മ കാണിക്കാം. മുളക് എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും ഈ മൈദയിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകും. നമ്മളൊന്നും കരുതരിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്യണതൊക്കെ ശ്രദ്ധിക്കണം. പാല് നമ്മുടെ 3 സ്പൂൺ പാൽ ഒഴിച്ചാലോ? ഒഴിച്ചോ. ഓക്കെ, അത് ഇതല്ലേ നിക്കടാ. ഇതൊന്ന് ആദ്യം ഇതൊക്കെ ഒഴിച്ച് കേട്ടോ. കറക്റ്റ് സൈസ് എന്താ പറയാ, അതിനനുസരിച്ച് പൗളും സെറ്റും ഒന്നും ഇല്ല കേട്ടോ. അതിനെ അങ്ങോട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒഴിച്ചോ, ഒഴിച്ചോളൂ. നിൽക്കട്ടാ. നല്ല പിന്നെ അടുത്തത് ഇടാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഫ്ലേവർ വരുമ്പോ വെന്തൊക്കെ വേവും ആവിയിൽ അതങ്ങ് ശരിക്കും അതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലായിരിക്കും. വാനില എസൻസ് ആണ് കേട്ടോ. നല്ല മണമുണ്ട്. ഇതൊന്ന് മണത്ത് നോക്കിയേ. നന്നായിട്ട് ഇത് കലക്കണം കേട്ടോ. എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ നനയാതെ മാവ് ഇങ്ങനെ കിടക്കും.
അതായത് ഇത് ഇങ്ങനെ ചൂടാക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് നല്ല ചൂടായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ളത്. കപ്പ് വെച്ചിട്ട് കപ്പ് വെച്ചോളൂ, ഇതിലേക്ക് കപ്പ് വെച്ചോ. ശരിക്കും പറഞ്ഞാൽ നന്നായി ബേക്കിംഗ് പൗഡർ ഇട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് അടിച്ചാൽ നന്നായിരിക്കും അല്ലേ? മതിയില്ലേ മോനെ? അത് മതിയോ? ഇപ്പൊ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും. ഇത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. അത് പക്ഷെ നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല. പിന്നെ കാഷ്നട്ടോ കിസ്മിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വയ്ക്കാൻ മതി. ഈ കപ്പ് കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓൺലൈൻ വരുത്തിക്കാം കേട്ടോ. നമ്മുടെ ഷോപ്പിലൊന്നും നമ്മൾക്ക് പോകണ്ട. അപ്പോൾ ഓൺലൈനിൽ അവർ വരും, അവർ നമുക്ക് ആവശ്യം കപ്പ് കേക്ക് അടിച്ചു വയ്ക്കാൻ മതി. ആമസോണിലോ എവിടെയെങ്കിലും അടിച്ചു വയ്ക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അത് നോക്കിക്കൂടി. ഇതിപ്പോൾ നമുക്ക് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ശരിയാ. അവിടെ ഇരിക്കുക, ഞങ്ങൾ ഇതാ വരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി കൂടി ചെറിയ സ്മോൾ സൈസിലുള്ളതാണെങ്കിൽ ഇതിലൊക്കെ നമുക്ക് 8 നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ എടുത്ത സാധനങ്ങൾ ഒക്കെ നമ്മൾ എടുത്തോടത്തേക്ക് വേഗം വെക്കാം. എടുത്ത സാധനങ്ങളെല്ലാം എടുക്കുക, അപ്പം കഴുകി വെക്കുക, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യണം. അപ്പോൾ ഈ 25 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോൾ 30 മിനിറ്റ്സ് ഒക്കെ ആവും അതൊക്കെ ഫുൾ ആവാൻ. അത് പേടിക്കണ്ട കേട്ടോ. അതൊക്കെ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. അത് 25 കറക്റ്റ് ആയിട്ട് അങ്ങനെ വരില്ല. ചിലപ്പോൾ 30-35 മിനിറ്റ്സ് ഒക്കെ വരുമായിരിക്കും. അപ്പൊ അത് പേടിക്കരുത്. ഇത് പക്ഷേ ഇത് കണ്ടറിയണം കേട്ടോ. കാരണം എന്താ വെച്ചാ നമ്മുടെ മെത്തേഡ് അത്ര വെസല് നമുക്ക് അത്ര സൗകര്യമുള്ളതല്ല. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ മീഡിയത്തിൽ തന്നെയാണോ ഇടേണ്ടത്? അത് മതിയിടാ. നല്ല ചൂടിലെങ്ങനെ ആയിക്കോളും, നോക്കാം നമുക്ക്. അപ്പോൾ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. few minutes later. ആണോ?
ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. നമ്മൾ കേക്കിൻ്റെയൊക്കെ ബേക്കിംഗ് ചെയ്യുന്ന സമയത്തുള്ള പാകം ഇതാണ്. കണ്ട, അയ്യോ ചൂടുണ്ട്, ഇത് നന്നായിട്ട് ചൂടാറണം നീ. അപ്പം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും ചൂടാറിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, പാപ്പുവിൻ്റെ കൈപ്രയോഗമൊക്കെ ഇടയ്ക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതാ ഒരുപാട് കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെതായ കുറേ റെസിപ്പീസ് ഉണ്ട്. ഇതൊക്കെ ഇനി ചടേന്ന് ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ജോയിൻ ചെയ്യണം കേട്ടോ. ബൈ.